ജനുവരി 1 മുതൽ റേഷൻ ഇടപാടിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ്. ജനുവരി 1 മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനോടൊപ്പം തന്നെ റേഷൻ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് റേഷനോടൊപ്പം തന്നെ 1000 രൂപയും ലഭിക്കും. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. റേഷൻ കാർഡ് ഉടമകൾ KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ ഇനി എല്ലാവർക്കും ലഭിക്കില്ല. വന്നിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് അരിയുടെയും ഗോതമ്പിന്റെയും അളവ് തുല്യമായിട്ടുണ്ട്. അതായത് 2.5 കിലോ അരി, 2.5 കിലോ ഗോതമ്പ് ഇതാണ് ലഭിക്കുക. ഇത് നേരത്തെ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ആയിരുന്നു. കേരളത്തിൽ ഇത് 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെ അരിയുടെ അളവിൽ കുറവുണ്ടാകും. അതേസമയം നേരത്തെ 5 കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ 1/2 കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും. ഈ KYC പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ഒന്നും ഇനി ലഭിക്കില്ല. ജനുവരി 1 മുതൽ റേഷൻ മാത്രമല്ല, അതുകൊണ്ട് തന്നെ അരിയുടെ അളവിൽ കുറവുണ്ടാവും. അതേസമയം നേരത്തെ 5 കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ 1/2 കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും. ഈ KYC പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ഒന്നും ഇനി ലഭിക്കില്ല. ജനുവരി 1 മുതൽ റേഷൻ മാത്രമല്ല 1000 രൂപയുടെ അധിക ധനസഹായവും ചില ആളുകൾക്ക് ലഭിക്കും. അർഹരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക. ഈ KYC പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് 2025-28 കാലയളവിലാണ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ 3 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള ആളുകൾക്കും 100 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുള്ള ആളുകൾക്കും 4 ചക്ര വാഹനമുള്ള ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. കേരളത്തിലെ മുഴുവൻ റേഷൻ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾക്കായി കേന്ദ്ര സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി സമയം നീട്ടി നൽകിയിരുന്നു. 2025 ജനുവരി 1 മുതൽ റേഷൻ കാർഡ് സ്കീമിന് സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം. റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അർഹരായ ആളുകളിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യം എത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക.